ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള 4 സെറ്റ് കമ്മലാണ്. അപ്പോൾ അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് ഇതൊക്കെയാണ്: ബീഡ്സ്, ഇയർ ഹുക്ക്, ഒരു ചെയിൻ്റെ പീസാണ്, ചെറിയൊരു പീസ്, പിന്നെ മെറ്റൽ വയർ, ടൂൾസ്, കട്ടർ, പ്ലെയർ. അപ്പോൾ ഈ മെറ്റീരിയൽസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം മെറ്റൽ വയർ എടുത്തിരിക്കുന്നത് 0.4 mm കട്ടിയുള്ള അത്രയും തിക്നെസ് ഉള്ള ഒരു മെറ്റൽ വയറാണ്. പിന്നെ ബീഡ്സ് വൈറ്റ് കളർ 8 മുത്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ചെയിൻ ആണെങ്കിൽ 6 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ മെറ്റൽ വയർ ഒരു 8-9 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ മുറിച്ചെടുക്കാം. അതിനുശേഷം ഈ എടുത്ത് വെച്ചിരിക്കുന്ന 8 വൈറ്റ് കളർ മുത്ത് നമുക്ക് അതിലോട്ട് കോർക്കാം. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 4 mm വലിപ്പം വരുന്ന വൈറ്റ് കളർ ബീഡ്സ് ആണ്. വേറെ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. കളേഴ്സ് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. മുത്തിന് പകരം ക്രിസ്റ്റൽസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ 8 മുത്തും കോർത്ത് കഴിഞ്ഞാൽ ഇത് ചേർത്തി പിടിക്കുക, രണ്ടറ്റവും. ഈ മെറ്റൽ വയർ രണ്ടറ്റവും ചേർത്തി പിടിച്ച ശേഷം നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റണം. അത് നല്ല സർക്കിളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ റൗണ്ട് ഷേപ്പ് വരാൻ വേണ്ടി നമുക്ക് ഈ രണ്ടറ്റവും കൂടി നന്നായിട്ട് ചുറ്റിയ ശേഷം ഈ ഷേപ്പ് കറക്റ്റായിട്ട് റൗണ്ട് വരും. റൗണ്ട് വരുത്താൻ വേണ്ടി നമുക്ക് ചെറിയ വിരലിൽ ഏതെങ്കിലും വിരലിലൊന്ന് ഇട്ടിട്ട് അതിൻ്റെ റൗണ്ട് ഷേപ്പ് കറക്റ്റ് ചെയ്താൽ മതി, വളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. അതിനുശേഷം ഒരു വയർ അതിൻ്റെ രണ്ടറ്റത്തിലെ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. മറ്റേ പീസ് എടുത്തിട്ട് ഈ ചെയിൻ ഉണ്ടല്ലോ, കട്ട് ചെയ്ത് വെച്ച 6 സെൻറ്റിമീറ്റർ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചെയിൻ്റെ അറ്റത്ത് കോർത്തിട്ട് ഇതുപോലെ നന്നായി ടൈറ്റായിട്ട് ചുറ്റി വയ്ക്കാം. ചുറ്റി വെച്ച ശേഷം പ്ലെയർ വെച്ചിട്ട് അതിൻ്റെ അറ്റം ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം. അപ്പോൾ അതവിടെ സെക്യൂറായി ഇരുന്നോളൂ, അഴിഞ്ഞു വരില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ഇയർ ഹുക്ക് എടുക്കുക. അതിൽ ലൂപ്പ് ഉണ്ടാകും. അത് ജസ്റ്റ് ഒന്ന് അകത്തിയ ശേഷം ഈ ചെയിൻ്റെ മറ്റേ അറ്റത്ത് അത് കോർക്കാം. കോർത്ത ശേഷം നമുക്ക് ഈ ലൂപ്പ് ക്ലോസ് ചെയ്യാം. ഇപ്പം നമ്മുടെ ആദ്യത്തെ ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് എന്നാൽ നല്ല സ്റ്റൈലായിട്ടുള്ള നല്ല അടിപൊളി കമ്മൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡിസൈൻ നോക്കാം. അതിനും ഓൾമോസ്റ്റ് ഇതേ മെറ്റീരിയൽസ് തന്നെയാണ് വേണ്ടത്. പക്ഷെ നമ്മളൊരു ചെയിൻ ഉപയോഗിക്കുന്നില്ല. ഈ ഒരു ജസ്റ്റ് മുത്ത് കോർത്തിട്ട് ബാക്കിയെല്ലാം സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ മെറ്റീരിയൽസ് എല്ലാം സെയിം തന്നെയാണ്. ഒരു ജംപറിങ് മാത്രമാണ് എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഈ മെറ്റൽ വയർ കട്ട് ചെയ്തെടുക്കാം. അതിലോട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന 9 മുത്തുണ്ട്, ഈ 9 ബീഡ്സ് അതിലോട്ട് കോർക്കാം. കോർത്ത ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആക്കുക. അതിനുശേഷം ഇത് നന്നായി ചുറ്റി അവിടെ നല്ല ടൈറ്റായി രണ്ടും കൂടി പിരിച്ച് വെച്ചാൽ മതി. എന്നിട്ട് തന്നെ അതിൻ്റെ എക്സ്ട്രാ വരുന്ന വയർ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കറക്റ്റ് ഈ റൗണ്ട് നമ്മൾ റെഡിയാക്കി എടുക്കണം. നല്ല ഉള്ളിൽ കൂടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് നന്നായി ടൈറ്റ് ചെയ്ത ശേഷം ഇത് രണ്ടും കൂടി നന്നായി ചുറ്റിയിട്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന കട്ട് ചെയ്ത് മാറ്റി അതിൻ്റെ അറ്റം പ്ലെയർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. എന്നിട്ട് മുത്തിൻ്റെ ഉള്ളിലോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് കാണില്ല. അങ്ങനെ നല്ല ഭംഗിയിൽ റൗണ്ടായി കിട്ടും. ഈ വിരലിലൊക്കെ ഇട്ടിട്ടൊന്ന് ഇതിൻ്റെ ഷേപ്പ് കറക്റ്റ് ചെയ്യാം. കറക്റ്റ് ചെയ്ത ശേഷം നമ്മുടെ ഈ ജംപറിങ് ഉണ്ടല്ലോ, ജംപറിങ് ഇതിലോട്ട് കോർക്കുകയാണ്. ജംപറിങ് അകത്ത് അതിന് ശേഷം ഇതിൻ്റെ ഏതെങ്കിലും ഒരു 2 മുത്തിൻ്റെ ഇടയിലോട്ട് കോർത്ത ശേഷം അതിലോട്ട് ഇയർ ഹുക്ക് കൂടി കോർക്കാം. ഇയർ ഹുക്ക് കോർത്ത് ഈ ജംപറിങ് ക്ലോസ് ചെയ്യാം. പ്ലെയർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ കമ്മലും സിമ്പിളായിട്ടുള്ള അടിപൊളി കമ്മലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി വലിയ റൗണ്ട് വേണമെങ്കിൽ അത്രയും കൂടുതൽ മുത്ത് കോർത്താൽ മതി. അത് സൈസും അതേപോലെ തന്നെ ചെറുതും വലുതും എല്ലാം ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ഡിസൈൻ നോക്കാം. അതിലെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു മുത്താണ് എടുത്തിരിക്കുന്നത്, പിന്നെ 4 ചെയിൻ പീസും ഒരു ഐപ്പിന് ഒരു ഇയർ ഹുക്ക്. അപ്പോൾ ഒരു മുത്ത് പറയുമ്പോൾ ഒരു വലിയ മുത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഈ ഐപ്പിന് എടുക്കുക. അതിൻ്റെ ലൂപ്പ് ഒന്ന് അകത്തിയ ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചെയിൻ അതിലോട്ട് കോർക്കാം. അപ്പോൾ എല്ലാ ചെയിനും 5 സെൻറ്റിമീറ്ററാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര കട്ടിയ ചെയിൻ വേണോ അത്രയും കോർക്കാം. ഞാനിവിടെ 4 എണ്ണമാണ് കോർക്കുന്നത്. 4 ചെയിൻ ഈ ലൂപ്പിലോട്ട് കോർത്ത ശേഷം നമുക്ക് ഈ ഐപ്പിന്നിൻ്റെ ലൂപ്പ് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത ശേഷം മുത്ത് അതിലോട്ട് കോർക്കാം. അതേപോലെ തന്നെ ഞാൻ കുറച്ച് വലിയ മുത്താണ് എടുത്തിരിക്കുന്നത്. ഒരു മുത്ത് ആയതുകൊണ്ടാണ് കുറച്ച് വലുത്തെടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അല്ല ഇത്ര വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ മുത്ത് യൂസ് ചെയ്താലും മതി. അപ്പോൾ മുത്ത് കോർക്കുക. അതിനുശേഷം ഈ ഐപ്പിന്നിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറയ്ക്കാം. നമുക്കൊരു ലൂപ്പ് ഉണ്ടാക്കാനുള്ള അത്ര ലെങ്ത്ത് ഇവിടെ ആവശ്യമുള്ളൂ. ബാക്കി കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഒരു ലൂപ്പ് ഉണ്ടാക്കുക. അതിലോട്ട് നമ്മുടെ ഈ ഇയർ ഹുക്ക് കോർക്കാം. ഇയർ ഹുക്ക് കോർത്ത ശേഷം ഈ ലൂപ്പ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഡിസൈനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിന് ഈ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ ഈ ഡിസൈനൊക്കെ എങ്ങനെ ഒരു 300-400 എബോ വില വരുന്നുണ്ട്. നമുക്കിത് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ 20 രൂപയുടെ മേലെ ചിലവ് വരില്ല. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാലാമത്തെ ഡിസൈൻ കൂടി നോക്കാം. അതും ഇതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പോൾ അതിലും ഒരു ഹെഡ് പിൻ മാത്രമാണ് എക്സ്ട്രാ നമ്മൾ എടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം മെറ്റീരിയൽസ് തന്നെയാണ്. അതുപോലെ തന്നെ ചെയിൻ ആണെങ്കിൽ കുറച്ച് ലെങ്തി ആയിട്ട് 7 സെൻറ്റിമീറ്റർ ഒക്കെ വരുന്ന
ലെങ്ത്തിലാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു പീസ് ചെയിനാണ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിലെങ്ങനെയാണ് പറഞ്ഞാൽ നമ്മൾ മെറ്റൽ പീസിൽ 4 മുത്ത് കോർക്കുന്നു. അതിനുശേഷം ഈ ചെയിൻ ഉണ്ടല്ലോ, കട്ട് ചെയ്ത് വെച്ച് ചെയിൻ കോർക്കുക, വീണ്ടും ഈ 4 മുത്ത് കോർക്കാം. അങ്ങനെ 8 മുത്താണ് 2 സൈഡിലും കോർക്കുന്നത്, നടുവിൽ ചെയിൻ കോർക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. നന്നായി ചുറ്റി വയ്ക്കാം. ചുറ്റിയ ശേഷം എക്സ്ട്രാ വരുന്ന കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് അവിടെ പ്ലെയർ വെച്ച് പ്രസ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കാം. പിന്നെ നമ്മൾ ഹെഡ് പിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു മുത്ത് കോർത്തിട്ട് ഈ ചെയിൻ്റെ മറ്റേ അറ്റത്ത് കൂടി കോർത്ത് നന്നായിട്ട് ചുറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ഹെഡ് പിൻ ഇല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് ഈ അറ്റത്ത് പിന്ന് പോലെ ഇരിക്കുന്ന ഹെഡ് പിന്നാണെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ലൂപ്പ് ഉണ്ടാക്കിയിട്ട് ചെയിനിൽ കോർത്താൽ മതി. വീണ്ടും ഒരു ജംപറിങ് എടുക്കുക. നമ്മൾ രണ്ടാമത്തെ ഡിസൈൻ ചെയ്ത പോലെ അതിലോട്ട് ജംപറിങ് കോർക്കുക. അപ്പോൾ ജംപറിങ് ക്ലോസ് ചെയ്ത ശേഷം അതിലോട്ട് ഇയർ ഹുക്ക് കോർക്കാം. ഇയർ ഹുക്ക് ജംപറിങ്ങിൽ കോർത്ത ശേഷം ഇത് ക്ലോസ് ചെയ്താലും മതി, അല്ലെങ്കിൽ ജംപറിങ് ക്ലോസ് ചെയ്ത ശേഷം ഇയർ ഹുക്ക് അതിലോട്ട് കോർത്താലും മതി. അതൊക്കെ അവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ 4ാമത്തെ ഡിസൈൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് എല്ലാം എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസ്, സജഷൻസ്, ഏതെങ്കിലും ഡിസൈൻസ് വേണമെങ്കിൽ അതെല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.